അല്ല, ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്നലെ കൗൺസിൽ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഫോണുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, നമ്പർ വന്നതുകൊണ്ട്. കാരണം എന്തിനാണ് ചീത്ത പറയാനാ വിളിക്കുന്നുണ്ടാവുമോ എന്ന് കരുതിയിട്ട് എടുത്തില്ല. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെന്താ നായിക്കെതിരെ സംസാരിക്കുന്നത്? നായി എന്തേ ജീവിക്കാൻ അർഹതയുള്ളവരല്ലേ, നിങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ, നായ്ക്കൾക്ക് എന്താ ഇവിടെ ജീവിക്കണ്ടേന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നായ്ക്കൾ എന്ന് പറഞ്ഞ പട്ടികൾ മാത്രമാണോ എന്ന് ചോദിച്ചു. പട്ടികൾക്ക് മാത്രമാണല്ലോ നിങ്ങൾ ആവേശം കാണുന്നത്. നിങ്ങളെ ഈ ഒരു മാഫിയ സംഘത്തിൻ്റെ ഒരു പിടി ആളുകൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ എടുക്കാൻ പോകുന്ന നടപടി ഞങ്ങൾ എടുക്കും. നിങ്ങൾ നായ്ക്കൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കോടതി കയറ്റും, നിങ്ങളെ ഞാൻ ജയിലിലടക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ജയിലിലടച്ചോ, ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാം, എന്താ ഞാൻ പറഞ്ഞു, എൻ്റെ ഡിവിഷനിലാണ് ഒരു കുട്ടി നായ കടിച്ച് മരണപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ വികാരം എന്നെ സംബന്ധിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തും അപ്പം തന്നെയാണ് റിജിൽ മാക്കുറ്റി എന്നെ വിളിച്ച് എൻ്റെ വാർഡിൽ നായി കടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഉടനെയാണ്, അപ്പോഴത്തന്നെ ഈ കോൾ എന്നെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ വേഗം എടുത്തു പോയത്. എടുത്തപ്പോഴേ ഈ പറയുമ്പോഴെന്നോട് പറയാം, ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് നിങ്ങളെപ്പോലത്തെ ആളുകളെയാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനും പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ പന്നിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നായിനെ വെടിവെച്ച് പേ പിടിച്ച നായയെ കൊല്ലാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതാണ് നിങ്ങൾ അത് പറഞ്ഞതാ നിങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭയങ്കര റഫ്. പട്ടിയെ കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ എന്താ നിങ്ങൾ പറഞ്ഞത്? പട്ടിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുന്നേ നിങ്ങളെപ്പോലത്തെ ആളുകളെ വെടിവെച്ച് കൊല്ലണ്ടേ? ആ തരത്തിൽ സംസാരിച്ചപ്പോഴാണ് എനിക്കും ദേഷ്യം വന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെന്താമരേനെ വെടിവെച്ച് കൊല്ലാൻ പറയും, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയെ വെടിവെച്ച് അവർ ഇന്നും ജയിലിൽ മൃഷ്ടാനമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ ഭയങ്കരമായിട്ട് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കി കാണാം, നിങ്ങൾ എന്നെ ജയിലിലാക്ക്, അവിടെ വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. പിന്നെയും കോളുകൾ വന്നുകൊണ്ടിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല, എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ആ നമ്പറിൽ നമ്മുടെ മറ്റ് റിഷാമും അതുപോലെ തന്നെ മുഹമ്മദ് അലി അവരെല്ലാം നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്, നിങ്ങൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോഴും പറയുന്നത്, പേ പിടിച്ച നായ്ക്കളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ആ തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിൽ വലിയ തെറ്റല്ല. ഇനി എന്ത് മൃഗസ്നേഹികൾ വന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലും പൊതുജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പൊതുജനപ്പരം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു നായയുടെ വിഷയം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ ABC സ്വന്തമായി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കും. വാക്സിനേഷൻ്റെ പ്രൊജക്റ്റിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും പറയുന്ന ജനങ്ങളുടെ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. ജനങ്ങൾ പറയുന്നു, വാക്സിനേഷൻ ചെയ്താൽ നായി കടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നമ്മളും അശക്തരാണ്. കാരണം ആ ഒരു തരത്തിലേക്കും ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, പട്ടി സ്നേഹികളുടെ പേടിപ്പെടുത്തലിനൊന്നും നമ്മൾ എന്തായാലും ഭയപ്പെട്ട് പിന്മാറാൻ പോകുന്നില്ല. ജനങ്ങളുടെ പ്രശ്നത്തിന് ജനങ്ങളോടൊപ്പം തന്നെ നമ്മളുണ്ടാവും. ഇതൊക്കെ വാക്സിനേഷൻ മറ്റേത് അതെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അതൊരു മാഫിയ സംഘം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. പട്ടിസ്നേഹികൾ ഇവിടെയുള്ള ആളുകളൊന്നും അത്തരത്തിലുള്ള ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവർ എങ്ങനെയാണ്, ഞാനൊരു മൃഗസ്നേഹി, എൻ്റെ വീട്ടിൽ നായുണ്ട്, ഒരു ലാബിനെ നമ്മളെ വീട്ടിൽ വളർത്തുന്നുണ്ട്. നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. നമ്മൾ പട്ടി വിരോധികളൊന്നല്ല. നമ്മൾ അതിനെ നോക്കേണ്ട തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതാണ് പ്രശ്നം. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ, ആളുകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, വാക്കിങ്ങിന് പോകാൻ പറ്റുന്നില്ല, ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടണ്ടേ? അതാണ് നമ്മുടെ പ്രശ്നം. വളരെ സങ്കടമാണ് എനിക്ക് അവരോട് തോന്നുന്നു. കാരണം നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അവർ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും ഒരു ചെന്താമരയോ എവിടെയെങ്കിലും അവരെ ന്യായീകരിക്കില്ല. നമ്മൾ പറയുന്നത് അവരെയും വെടിവെച്ച് കൊല്ലണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം നിയമം അതിനെ അനുവദിക്കുന്നില്ലല്ലോ. കാരണം പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ആളുകളെ നമ്മളെ നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നായയും വെടിവെച്ച് കൊല്ലാത്തത്. അതറിയാലോ, നായേനെയും വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നില്ല. പക്ഷേ പേ പിടിച്ച നായ്ക്കളെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്, അല്ലാതെ തെരുവ് നായ്ക്കളെ മുഴുവനല്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഭീഷണിപ്പെടുത്തുക. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്മാരോട് കാണിക്കാത്ത സ്നേഹം എന്തിനാണ് പട്ടികളോട് കാണിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്.
മനുഷ്യനോട് ആദ്യം കാണിക്കേണ്ടത് ദയയും എല്ലാം. ഈ മനുഷ്യനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ. ആ മനുഷ്യനോട് ഒരു ദയയും കാണിക്കാതെ പട്ടി സ്നേഹം പറഞ്ഞു കൊണ്ട് പോകുന്ന ആളുകളോട് പഞ്ചപുച്ഛം മാത്രമേ എനിക്കുള്ളൂ. കാരണം എൻ്റെ വീട്ടിലും ഞാൻ നായനെ വളർത്തുന്നുണ്ട്. ഞാനും നായയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ നായയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം, അതിൽ തെറ്റില്ല. പക്ഷെ ഒരുപാട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടത് ഒരു ഭരണകർത്താക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ABC കേന്ദ്രം ആരംഭിക്കും. കോർപ്പറേഷൻ ഒറ്റയ്ക്ക് തന്നെ അത് സ്ഥാപിക്കാനുള്ള ഇടപെടൽ നടത്തും. ഇടപെടലല്ല, പദ്ധതി ഈ വർഷം തന്നെ നമ്മൾ വെക്കും. അതോടൊപ്പം തന്നെ നായ്ക്കൾക്ക് വാക്സിൻ കൊടുത്താൽ നായ കടിക്കുമോ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല, കടിക്കാതിരിക്കില്ല. അറിയാം, നായ്ക്കൾ വാക്സിൻ കൊടുത്തുകൊണ്ട് നായ്ക്കൾ കടിക്കാതിരിക്കില്ല. പക്ഷേ നമുക്ക് കടിച്ചാലും പേ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കതിലൂടെ പറ്റും. അപ്പോൾ ഏത് തരത്തിലാണോ നമുക്ക് തെരുവ് നായ ശല്യം ജനങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുക, ആ തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ തെരുവ് നായയെ വെടിവെച്ച് കൊല്ലണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പേ പിടിച്ച നായ, ഇപ്പം പന്നിയെ വെടിവെച്ച് കൊല്ലുന്നു. ഈ സ്നേഹികൾ എന്തേ അതിനെതിരെ പ്രതികരിക്കാത്തത്? പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ അവർക്ക് നായയെ പോലെ തന്നെ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതിൽ നിങ്ങൾക്ക് എന്തേ പ്രശ്നമില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാം, മറ്റുള്ളതിനെ കൊല്ലാൻ പാടില്ല. ആ ഒരു ന്യായീകരിക്കുക, ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം മാത്രമല്ല, എല്ലാ പൊതുജനങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു മാഫിയ തന്നെയാണെന്ന്, അതിലൊരു സംശയമേ ഇല്ല. വാക്സിന് ഒരു ഭാഗത്ത് ഇതൊക്കെ ഒരു വലിയ കച്ചവട, എന്താ പറയുക, ഒരു മാഫിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എന്നെ ജയിലിലിട്ടാലും എനിക്ക് പ്രശ്നമില്ല. കാരണം തെരുവ് നായ്ക്കൾക്ക് ഞങ്ങൾ ആരും എതിരെ, തെരുവ് നായ്ക്കളെ കൊല്ലാനൊന്നും ഞങ്ങൾ പറയുന്നില്ല. അക്രമകാരികളായ നായകൾക്കെതിരെ നടപടിയെടുക്കണം, നമ്മളത് ചെയ്യുന്നുണ്ട്. ആ ഒരു തീരുമാനത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും, അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും പിന്നെ തെരുവിൽ ഭക്ഷണ വേസ്റ്റുകൾ വരുന്നത് കൊണ്ട് തെരുവ് നായ്ക്കൾ എണ്ണം പെരുകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നൈറ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളോടുള്ള റിക്വസ്റ്റ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയരുത്. ഈ വലിച്ചെറിയുന്നത് കൊണ്ടാണ് തെരുവ് നായ്ക്കൾ ഇത്രയധികം പെരുകാനുള്ള കാരണം. അപ്പോൾ ആ തരത്തിൽ പൊതുജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് പട്ടിയുടെ ശല്യം നമുക്ക് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു തരത്തിൽ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ മൃഗസ്നേഹികൾ എല്ലാ മൃഗത്തെയും കൂടെ സ്നേഹിച്ചാൽ അത് പൊതുജനങ്ങൾക്ക് കൂടി ഗുണകരമായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഭീഷണി പറഞ്ഞാൽ ആരൊക്കെയോ വിളിച്ചിട്ട് ഇന്നലത്തെ കൗൺസിലിൽ പല വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊണ്ട് ഉള്ള ഒരു പറച്ചിലാണത്. മേയർ എന്താണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്, അങ്ങനെ ഏകാധിപതിയെ പോലെ പെരുമാറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. എന്തിനാണ് ഏകാധിപതി എന്നൊന്നല്ല, നമ്മൾ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. മേയർ അങ്ങനെ ഏകാധിപതിയായിട്ടൊരു തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവരും നമ്മൾ ആലോചിച്ച് തീരുമാനം എടുത്തതാണ്. നായയുടെ വിഷയത്തിലായാലും ആ തരത്തിൽ തന്നെയാണ്. നമ്മുടെ പൊതുജനങ്ങളുടെ കൗൺസിലർമാരുടെ പൊതുവികാരമാണത്. അതിലൊരു കൗൺസിലറും മാറി നിൽക്കില്ല ഈ ഒരു തീരുമാനത്തിൽ. കാരണം അത്രമാത്രം പ്രയാസങ്ങൾ ഓരോ ഡിവിഷനിലും നമുക്ക് തെരുവ് നായ സംബന്ധിച്ചിട്ട് വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. നായ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ആക്കിയിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളെ. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള നായ്ക്കളെ പിടിച്ച് ഷെൽട്ടർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി കൂടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, വേറെ ഉണ്ടല്ലോ ഒരു വിഷയം, ക്യാമറയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിൻ്റെ പൊങ്കാല ഇടുന്നത് കാണുന്നുണ്ടല്ലോ ഇതിലെല്ലാം. സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലയാണ്, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും കോർപ്പറേഷൻ ഓൾറെഡി ഷെൽട്ടർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെ പിടിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുകാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അറിയാലോ. ഏത് നായ്ക്കളെ ഒരുമിച്ച് കൂട്ടിലിടുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഉണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിരീക്ഷിച്ചിട്ട് നായ തുറന്നു വിടണം. ഇപ്പോൾ വിഷബാധ സംശയിക്കുന്ന നായ്ക്കളൊക്കെ നമ്മളെ പിടിക്കാൻ പറ്റുള്ളൂ.
ആ നായ്ക്കളെ പിടിച്ച് പേ വിഷബാധ ഇല്ല എന്ന് കണ്ടാൽ തിരിച്ചടക്കും. ആ ഒരു അവസ്ഥയിലേക്ക് പോകണം.